കഴിഞ്ഞ് ചിലർ വന്ന് ചോദിച്ചു, സുജൂദിൽ പുതിയ വല്ല പ്രാർത്ഥനയും വന്നു. അപ്പം പറയാണ്, ഹസൻ ഉണ്ടല്ലോ റളിയല്ലാഹു, അദ്ദേഹം എൻ്റെ കഴുത്തിൽ വന്നിരുന്നു. ഉടനെ തന്നെ ഞാൻ ആ കുട്ടിയെ ഇറക്കിയാൽ ആ കുട്ടീൻ്റെ സന്തോഷമാണ് പോകും. കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സുജൂദ് നീട്ടിയെന്ന്. നോക്കണം, കുട്ടികളോട് നിസ്കരിക്കുന്ന സമയത്ത് പോലും കയറി ഇരുന്ന കുട്ടി അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് നിസ്കാരം കുറച്ചു നേരം നീട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒട്ടകമായി ആനയായി ഇരുന്നു കൊടുത്തു. ഞാൻ കൂടുതൽ പഠിക്കുന്നില്ല. ഇവിടെ ഒരു ദിവസമെങ്കിലും ആനയായി തൻ്റെ കുട്ടിക്ക് വേണ്ടി ഇരുന്നു കൊടുത്ത എത്ര രക്ഷിതാക്കളുണ്ട്? റസൂലുള്ളാഹി ഹസൻ റളിയല്ലാഹു ചുംബിക്കുന്നുണ്ടപ്പോൾ ഒരു അഹ്റാബി വന്നിട്ട് പറയാണ്, എനിക്ക് 10 മക്കളുണ്ട്, ഒറ്റ എണ്ണത്തിന് ഞാൻ ഇന്ന് വരെ ചുംബിച്ചിട്ടില്ല. അല്ലാഹ് എൻ്റെ ഹൃദയത്തിൽ നിന്ന് കരുണ എടുത്തു കളഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാ? ഹൃദയമുള്ള കുടുംബാന്തരീക്ഷം. നിങ്ങൾ കുട്ടികളെ സ്നേഹിക്കണം. കുട്ടികളെ സ്നേഹിക്കേണ്ടത് സകല ചാനലും ഓപ്പൺ ആയി കൊടുത്തിട്ടല്ല, സ്വകാര്യ റൂമിൽ നെറ്റ് സ്ഥാപിച്ചു കൊടുത്തിട്ടല്ല, മനസ്സിലായില്ലേ? ഏറ്റവും മുന്തിയ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടല്ല. സ്നേഹിക്കേണ്ടത് അവരെ തലോടി, അവരെ തൊട്ട്, അവരെ ചുംബിച്ച്, അവർക്ക് നല്ല പേരിട്ട്, അവരെ ദീന് പഠിപ്പിച്ച്, അങ്ങനെ ഇസ്ലാമികമായ രീതിയിൽ കുട്ടികളെ വളർത്തിയെടുക്കണം എന്നുള്ളതാണ് അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇല്ലെങ്കിൽ മതമില്ലാത്ത ജീവൻ മാത്രമല്ല ഉണ്ടാവുക, അതിൻ്റെ അപ്പുറത്ത് പലതും ഉണ്ടാകും. മനസ്സിലായില്ലേ? നമുക്കത് കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വരും. ഇതെൻ്റെ മതത്തോട് ഇണങ്ങുന്നതാണോ അല്ലയോ, അതല്ലെങ്കിൽ നമുക്ക് അംഗീകരിക്കേണ്ടതാണോ അല്ലയോ എന്ന് പോലും ചിന്തിക്കാൻ പ്രാപ്തിയില്ലാതെ വളർന്നു വരുന്ന ഒരു അവസ്ഥ നമ്മുടെ സന്താനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. ചെറിയ കുട്ടികളാകുമ്പോൾ അവരെ ശ്രദ്ധിക്കണം. അവർ സന്ധ്യാസമയമായാൽ ഇദാ ഗറബത്തി ശംസ് ഫഖുഫൂ സുബിയാനകും ഫഇന്നഹാ സാ യൻതശിറു ഫിഹാ ശയാത്തീൻ. നിങ്ങൾ എന്ത് ചെയ്യണം? സന്ധ്യാസമയമായാൽ നിങ്ങൾ വീടിൻ്റെ വാതിലുകൾ, വീടിൻ്റെ വാതിലുകൾ അത് അടച്ചു കളയണം. വാതിൽ പൊളികളും ജനൽ പൊളികളുമെല്ലാം നിങ്ങൾ അടച്ചു കളയണം. കുറച്ച് സമയം ശൈത്വാൻ ഇറങ്ങുന്ന ഒരു സമയമാണ് ഇത്. ഉമ്മാമക്കഥയല്ല, സ്വഹീഹായ ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പഠിപ്പിച്ചൊരു കാര്യമാണ്. മഗ്‌രിബായാൽ ഇശാഇന്റെ സമയം വരെ നിങ്ങൾ വീടിൻ്റെ വാതിലുകൾ അടച്ചിടണം. ശൈത്വാൻ വിഹരിക്കുന്ന ഒരു സന്ദർഭം. അതുകൊണ്ട് ചെറിയ കുട്ടികൾ എന്ത് ചെയ്യണം? പുറത്തേക്ക് വിടരുത്. മഗ്‌രിബായാൽ നമ്മൾ മഗ്‌രിബായ പിന്നെ കുട്ടികളെല്ലാവരും പുറത്തിറങ്ങി അങ്ങോട്ട് ഇറങ്ങി ചൊല്ലി, മനസ്സിലായില്ലേ? എന്ത് ചെയ്യുന്നതാണ്? പ്രത്യേക റസൂൽ പറഞ്ഞു, മഗ്‌രിബിന് ശേഷം ഉറങ്ങുന്നതും ഇശാക്ക് ശേഷം വർത്താനം വരുന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വെറുക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് രണ്ടും വലിയ ഇഷ്ടമാണ്. മഗ്‌രിബ് കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകൾ അതുവരെയുള്ള പണിയൊക്കെ കഴിഞ്ഞ് രാഹത്തായിട്ടൊന്ന് ഉറങ്ങും. കുട്ടികളൊക്കെ ഒന്ന് വായിച്ച് ചെയ്യുന്നവരെ മഗ്‌രിബ് മുതൽ ഇശാ വരെ ഇനി മേലെ ഉറങ്ങരുത്. മഗ്‌രിബ് ഇശാ നടക്കും. ഇപ്പോൾ ഉറങ്ങാൻ നേരം ഉണ്ടാവും, സീരിയൽ കാണേണ്ടി വരും. സീരിയലിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം അതായിരിക്കും, മനസ്സിലായില്ലേ? അത് ഉറങ്ങണേക്കില്ല, അത് മനസ്സിന് ഉറക്കല. രണ്ടാണെങ്കിലും അപകടമാണ്. അതുകൊണ്ട് മഗ്‌രിബിന്റെ ഇശാന്റെ ഇടയ്ക്ക് ഉറങ്ങാൻ പാടില്ല. അത് നിർണായകമായ കാരണങ്ങൾ കൊണ്ട് ഉറങ്ങിപ്പോണ വിഷയം വേറെ, പ്രത്യേക സാഹചര്യം ഉറങ്ങിപ്പോകുന്ന വേറെ. അതൊരു ഉറങ്ങാനുള്ള സമയമായിട്ട് ആരും കാണരുത്. അതേപോലെ ഇശാ കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ ബെടായി പറഞ്ഞ് വർത്താനം പറഞ്ഞ് ലോകവിശേഷങ്ങൾ പറഞ്ഞ് നിർത്തിക്കൊണ്ടുവരരുത്. എന്നിട്ട് അതാണ് സുബഹില്ലാതെ പോകുന്ന സാഹചര്യം അതുണ്ടാവരുത്. അതുകൊണ്ട് തന്നെ എന്ത് വേണം? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിർദ്ദേശങ്ങൾ ഓരോന്നും ശ്രദ്ധിക്കണം. ആ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മഗ്‌രിബിന്റെ നേരത്ത് കുട്ടികളൊന്ന് പിടിച്ചു വെക്കണം. കുട്ടികളോടുള്ള നമ്മുടെ കടമയിൽപ്പെട്ടൊരു കാര്യമാണ്. കുട്ടികളോട് നല്ല സുബൈനം, സൈനബനെ വിളിക്കുകയാണ് സുബൈനം, കൊച്ചു സൈനബ. ചെറിയ കുട്ടിയല്ലേ, സൈനബ എന്ന പേരാണ്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഇമ്പമുള്ള പേര് വിളിക്കണം, അവരെ സന്തോഷിപ്പിക്കണം. കുട്ടികളെ പോലെ അവരുമായി ഇടപഴകണമെന്നാണ് പഠിപ്പിക്കപ്പെട്ടത്. ഒരു കുട്ടിയുടെ വളരെ താരോലിച്ച് സ്നേഹിച്ചു പോകുന്ന ഒരു കിളിക്കുഞ്ഞ് മരിച്ചപ്പോൾ റസൂൽ ചോദിക്കാൻ, എൻ്റെ ആ കിളിക്കുട്ടിക്ക് എന്ത് പറ്റി? കണ്ടോ, കിളിയുടെ വിശേഷം പോലും ചോദിക്കുന്നു. ആ കിളിക്ക് എന്താ അതിന്റെ അവസ്ഥ? അപ്പോൾ ഒരു കുഞ്ഞിന് ഇഷ്ടമുള്ള കിളിയുടെ വിശേഷങ്ങൾ പോലും ചോദിക്കുന്നു. ആ നിലയ്ക്ക് കുട്ടിയുടെ നിലവാരത്തിലേക്ക് താഴ്ന്നു വരണമെന്ന് പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പാല് കുടിച്ചു, അതിന്റെ ബാക്കി കൊടുക്കണം. ഒരുപാട് ആൾ പ്രവാചകന്റെ കൂടെ ചുറ്റുപാടും ഇരിക്കുന്നുണ്ട്. തൊട്ട് വലതു ഭാഗത്തുള്ളത് ഒരു കുട്ടിയാണ്, ഇടതു ഭാഗത്തുള്ളത് പ്രായം ചെന്ന ഒരാളാണ്. പ്രവാചകൻ ഈ പാത്രം പ്രവാചകൻ കഴിച്ചതിന് ശേഷം പ്രായം ചെന്ന ആൾക്ക് കൊടുക്കാൻ ആഗ്രഹമുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ റസൂൽ കുട്ടിയോട് ചോദിക്കുക, നീ എനിക്ക് സമ്മതം തരുമോ, ഞാൻ ഇവർക്ക് കൊടുക്കട്ടെ? കാരണം വലതു ഭാഗത്താണ് വെളുപ്പി തുറക്കേണ്ടത്. നമ്മൾക്ക് അവകാശമാണ്. ഇതെന്റെ മോനാണ്, ആര് കൊടുക്കണം ഞാൻ തീരുമാനിക്കരുത്. വലതു ഭാഗത്തിരിക്കുന്നത് കുട്ടിയാണെങ്കിലും ഇടതു ഭാഗത്തിരിക്കുന്ന വലിയ ആളാണെങ്കിലും അയാൾക്ക് കൊടുക്കട്ടെ എന്ന് തീരുമാനിക്കാൻ എനിക്ക് അവകാശമുണ്ട് എന്ന് പിതാവ് കരുതിയാൽ തെറ്റി. വലതു ഭാഗത്തുള്ളവൻ അവകാശപ്പെട്ടതാണ്. അവന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ആ കുട്ടി സമ്മതിച്ചില്ല, എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു. കാരണം റസൂൽ കുടിച്ചതിന്റെ ബാക്കി ഞാൻ കുടിക്കണം. അത് കഴിഞ്ഞ ശേഷം ബാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ ഒരു കുട്ടിയോട് പെർമിഷൻ ചോദിക്കാൻ അങ്ങനെ ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ കടന്നു വരുമ്പോൾ കുട്ടികളെ വഴിയിൽ കണ്ടാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബാറക്കല്ലാഹു ഫീക്കും, അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് തരട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കുട്ടികളോട് നിങ്ങൾക്ക് ബർക്കത്ത് ഉണ്ടാവട്ടെ എന്ന് ഹൃദയം തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സ്വന്തം കുട്ടികളുടെ കാര്യത്തിൽ? കുട്ടികളൊരു നല്ല കാര്യം ചെയ്തു, കുട്ടികളെ നിങ്ങളൊരു സ്ഥലത്ത് കണ്ടു, ബാറക്കല്ലാഹു ഫീക്ക്, കുട്ടികളോട് ബർക്കത്ത് ഉണ്ടാവട്ടെ എന്ന് പറയും.
കുട്ടികളോട് സലാം പറയാം, അസ്സലാമു അലൈക്കും. മക്കളെ നിങ്ങൾ അങ്ങനെ അവഗണിച്ച് അവരുടെ ഒരു ലോകത്തേക്ക് വിടാതെ അവരെ നിങ്ങളുടെ കൂടെ ചേർക്കണം. എന്താണ് അസ്സലാമു അലൈക്കും എന്നവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. ഇത് വലിയവരോട് ചെറിയവർ പറയേണ്ട ഒരു സംഗതി മാത്രമല്ല, അത് നടന്നു പോകുമ്പോഴുള്ള ഒരു കാര്യമാണ്. ഒരേ തുല്യ അളവാണെങ്കിൽ. നേരെ മറിച്ച് വരുന്ന ആള് വലിയവനാണെങ്കിൽ ഇരിക്കുന്നത് കുട്ടികളാണെങ്കിൽ അവരോട് അങ്ങോട്ടാ സലാം പറയേണ്ടത്. വേഗത കൂടിയ ആള് വാഹനത്തിൽ പോകുന്നത് വലിയ ആളാണെങ്കിൽ, നടന്നു പോകുന്നത് കുട്ടികളാണെങ്കിൽ വാഹനത്തിൽ പോകുന്നവൻ നടന്നു പോകുന്ന കുട്ടികൾക്കാണ് സലാം പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയും. എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് ബറക്കത്തുണ്ടാവട്ടെ, കുട്ടികളങ്ങനെ നോക്കിയിട്ട് അവരുടെ നന്മയെ ശ്ലാഘിക്കും, അവർക്ക് ബറക്കത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്തു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമറു ബിൽ ഗിൽമാനി ഫയുസല്ലിമു അലൈഹിം വയദൂ ലഹും ബിൽ ബറക. പ്രവാചകൻ കുട്ടികളുടെ അരികിലൂടെ നടക്കുമ്പോൾ അവർക്ക് വേണ്ടി സലാം പറയും, അവരുടെ ബറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പഠിപ്പിച്ചു. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ ശരിക്കും കുട്ടികളെ മര്യാദ പഠിപ്പിക്കണം. ഇതാ പ്രവാചകന്റെ അരികിൽ നിന്നൊരു കുട്ടി ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അറിയാതെ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിച്ചു. യാ ഗുലാം സമ്മില്ല വകുൽ ബിയമീനിക് വകുൽ മിമ്മാ യലീക്. ബിസ്മില്ലാ എന്ന് പറയണം. കുട്ടികൾക്ക് അതാത് സമയത്ത് പഠിപ്പിച്ചു കൊടുക്കണം. ഭക്ഷണം കഴിക്കാൻ നേരത്ത് തടുത്തിരുന്നിട്ട് ബിസ്മില്ലാ എന്ന് പറ. വലത് കൈ കൊണ്ട് ഇടത്തെ കൈ കൊണ്ട് പാടില്ല. പഠിപ്പിക്കണം, പരിശീലിപ്പിക്കണം. മനസ്സിലായില്ലേ? വലത് കൈ കൊണ്ട് കുടിക്കുക, വലത് കൈ കൊണ്ട് തിന്നുക. നമ്മൾ അസ്ഹാബുൽ മൈമന വലതിന്റെ ആളുകളാണ്. അസ്ഹാബുൽ യമീൻ വലതിന്റെ ആളുകളാണ്. സ്വർഗത്തിൽ പോകേണ്ടവരാണ്. വലതിനെ മുന്തിക്കണം. ഇടത് കൈ കൊണ്ട് കുടിച്ചാൽ എന്താ? കിബറ് വേണ്ട. ഇടത് കൈ കൊണ്ട് കുടിക്കാനോ തിന്നാനോ പാടില്ല. നിസ്സാരമായ ഭൗതിക ന്യായങ്ങൾ പറയരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നിങ്ങൾ ഇടത് കൈ കൊണ്ട് കുടിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടപ്പോൾ, അരുത്, നീ ഇടത് കൈ കൊണ്ട് കുടിക്കരുത്, വലത് കൊണ്ട് കുടിക്കണം. അവൻ പറഞ്ഞു, ലസ്തത്തഹത്തു, എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞു. മസ്തത്തഹത്തു, എന്നെ കൊണ്ട് സാധ്യമല്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലസ്തത്തഹത്ത എന്നാൽ ഒരിക്കലും നിനക്കത് കഴിയാതെ പോകട്ടെ എന്ന്. പിന്നെ അവൻ്റെ വലത്തെ കൈ പൊങ്ങിയിട്ടില്ല എന്ന ഹദീസിലുള്ളത്. പ്രവാചകൻ ഒരാളെ ശപിക്കാറില്ല. അത്ര ഗൗരവമുള്ള നബിയുടെ ചര്യയെ അപകടിച്ചു എന്നുള്ള വിഷയം. അതുകൊണ്ട് നബി ചര്യ കുട്ടികളെ പഠിപ്പിക്കണം. വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ, ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ, അങ്ങനെ ജീവിതത്തിന്റെ മര്യാദകളിൽ. ഞാനിങ്ങനെ പറഞ്ഞാൽ ദീർഘിച്ചു പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ബോധപൂർവ്വം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ ഓരോ കാര്യത്തിലും കുട്ടികളെ നിങ്ങൾ ദീനിയായി പരിപാലിപ്പിച്ചു കൊണ്ടുവരണം. എത്രത്തോളം എന്നറിയാമോ? കുട്ടികൾക്കിടയിൽ നീതി പാലിക്കണം. ഒരാൾക്ക് മാത്രം ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. പ്രവാചകനോട് പറഞ്ഞു, സ്വത്തിൽ നിന്നൊരു ഒരു ഭാഗം ഒരു കുട്ടിക്ക് കൊടുക്കാൻ തീരുമാനിച്ചപ്പം, നീ ബാക്കി എല്ലാവർക്കും കൊടുത്തോ? ഇല്ല, എങ്കിൽ അത് കൊടുക്കരുതെന്ന് പറഞ്ഞു. ചില കുട്ടികളോട് മാത്രം അനീതി കാണിക്കുന്ന രൂപത്തിൽ പെരുമാറാൻ പാടില്ല. കാരണം എന്താണെങ്കിലും മക്കൾക്കിടയിൽ നീതി പാലിക്കണം. ഒരല്പം വിശദീകരിക്കേണ്ട കാര്യമാണ്. കുട്ടികളോട് കളവ് പറയരുത്. എന്നാലോ കുട്ടികൾ ഈ ഒരു സ്കൂളിൽ ലീവ് ലെറ്റർ എഴുതി കൊടുക്കുമ്പോൾ കുട്ടിക്ക് അടിയിട്ടായിരിക്കാനും ചീത്തട്ടായിരിക്കാനും ഉമ്മ കളവ് എഴുതി കൊടുക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇമ്പോഷൻ ഭയന്നിട്ടോ മറ്റെന്തെങ്കിലുമൊക്കെ ഭയന്നിട്ടോ കുട്ടി സ്കൂളിൽ പോയാൽ സ്നേഹം കൂടിയിട്ട് എന്ത് ചെയ്യും? ഉമ്മ ഇവന് അസുഖമായതുകൊണ്ട് വരാൻ പറ്റില്ല, ലീവ് കൊടുക്കണം, കളവ് എഴുതി കൊടുക്കും. ഈ ജാതി കളവ് നമ്മൾ ശീലിക്കരുത്. ഇരുമ്പിന്റെ കൊളുത്തുകൾ മൂക്കിലൂടെയും മണ്ണാക്കിലൂടെയും കൊളുത്തപ്പെടുന്ന ഖബറിനെ സംബന്ധിച്ച് സൂക്ഷിക്കണം. നുണ പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ വെച്ച് ജാബിർ റളിയല്ലാഹുവിന്റെ ഉമ്മ ഒരിക്കൽ മോനെ വിളിച്ചു. റസൂൽ വിളിച്ചപ്പോൾ വന്നില്ല. റസൂൽ വീട്ടിലേക്ക് വന്നപ്പോൾ എന്താണ്? കുട്ടി അങ്ങ് ഓടിപ്പോയി. കുട്ടികളല്ലേ. അപ്പൊ റസൂലിനെ കുട്ടികളെ വിളിച്ചു, മോനെ ഇവിടെ വാ. അവൻ വരുന്നില്ല. ഇവിടെ വന്നാൽ നിനക്ക് ഞാൻ ഈത്തപ്പഴം തരാമെന്ന് പറഞ്ഞു. അപ്പൊ റസൂൽ ഉമ്മാനെ വിളിച്ചു, നിന്റെ കയ്യിൽ ഈത്തപ്പഴം ഉണ്ടോ? ആ, എൻ്റെ കയ്യിലുണ്ട്. ഇല്ലെങ്കിൽ നിന്റെ പേരിൽ കളവ് രേഖപ്പെടുത്താൻ അത് മതിയായനെ. നീ ഒരു നുണയത്തിയാണ്, നുണച്ചിയാണ് എന്ന് രേഖപ്പെടുത്താൻ അത് മതി. ഏത്? കുട്ടിയോട് മുട്ടായി ഉണ്ടെന്ന് പറഞ്ഞാണ്ട് വെറുതെ കൈ ചുരുട്ടി പിടിക്കരുത്. നുണ പറയരുത് കുട്ടികളോട്. നമ്മളങ്ങനെ ചെയ്യാറില്ലേ? ചെറിയ കുട്ടികൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. പഠിപ്പിച്ചു. മുറു ഔലാദക്കും ബിസ്സലാ, 3 കൽപ്പനകൾ കേട്ടോളൂ. കുട്ടികളോട് നിങ്ങൾ നിസ്കരിക്കാൻ കൽപ്പിക്കണം. വഹും അബ്നാഉ സബ്, 7 വയസ്സാകുമ്പോൾ. വദരിബുഹും അലൈഹാ വഹും അബ്നാഉ അശ്ർ, 10 വയസ്സിൽ അടിക്കണം. 10 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ 15 വയസ്സ് വരെ 18 വയസ്സുള്ള കുട്ടികൾ വീട്ടിലല്ലേ നിസ്കരിച്ച് നിങ്ങൾ അടിക്കലുണ്ടോ? മൗലവി അടിക്കേണ്ടത്? ഉമ്മാനോടാ പറഞ്ഞടിക്കാൻ, വാപ്പാനോടാ പറഞ്ഞടിക്കാൻ. നമസ്കരിക്കാത്ത കുട്ടി 10 വയസ്സ് കഴിഞ്ഞ് തീരെ അടിക്കരുന്ന് വെക്കരുത്. വഫരിഖു ബൈനഹും ഫിൽ മലാജിർ, അവർക്കിടയിൽ നിങ്ങൾ കിടപ്പറയിൽ 10 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളെ നിങ്ങൾ വേർപെടുത്തണം. ആൺകുട്ടികളും പെൺകുട്ടികളും പിന്നെ ഒരുമിച്ച് കിടക്കാൻ പാടില്ല. 10 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യണം? കിടപ്പറയിൽ വേർപെടുത്തി കിടത്തണം. 3 കൽപ്പനകൾ അവിടെ നൽകി. ഒരു കാര്യം കൂടി ആ വിഷയത്തിൽ സൂചിപ്പിച്ചു. അവസാനം ബാപ്പമാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളൊരു വടി വീട്ടിലെല്ലാവരും കാണുന്നിടത്ത് വെക്കണം. ഭാര്യയും കാണണം, മക്കളും കാണണം. അവിടെ വെച്ചാൽ മതി. വീട്ടിലുണ്ടോ ഒരു വടി? അത് അവർക്കൊരു അദബാണ്. ഭാര്യ കാണണം, മക്കൾ കാണണം. ഭർത്താവ് എന്ത് ചെയ്യണം? നല്ലൊരു വടി വാങ്ങി. അത് വെക്കാതിരിക്കുന്നത് ഒരു മര്യാദയാണെന്നല്ല, അത് പ്രായപൂർത്തിയും പക്വതയുമുള്ളവർക്ക് ഒരദബ് പഠിക്കാൻ ഒരു വടി കൂടി ഉണ്ടാകട്ടെ. ആ വടി വെക്കാത്തത് കൊണ്ടാണ്
പല കുടുംബത്തിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത് എന്നുകൂടി മനസ്സിലാക്കുക.